എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ അമ്പു ബ്രോനെ കാണിക്കുന്നു. അവനാവട്ടെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കുകയാണ്. അന്ന് ഫൈറ്റ് നടക്കുന്ന ആ ഒരു സമയം നമ്മുടെ അമ്പു ബ്രോ ആവട്ടെ ഒരു വില്ലനുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അതിന്റെ ഇടയില് ആ ഒരു വില്ലന്റെ ഷർട്ട് കീറി ഇപ്പൊ കണ്ട അതേ സിമ്പിള് അവനാവട്ടെ ആ ഒരു വില്ലന്റെ കയ്യിലും കാണും. അതേ സിമ്പിള് തന്നെയാണ് ഇപ്പൊ ഇവന്റെ കയ്യിലെന്ന് പറയുമ്പോൾ ടെൻഷൻ ആവട്ടെ ആ ഒരു സിമ്പിള് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കും. ഇത് വേർപ്പുള്ളപ്പോൾ മാത്രമേ വിസിബിളായി കാണുള്ളൂ, അല്ലാത്ത സമയത്ത് ഇത് ഇൻവിസിബിൾ ആയിരിക്കും. അപ്പൊ അൻപ് ബ്രോ ആവട്ടെ അവന്റെ കത്തിയെടുത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇവനെ ഇവിടെ വെച്ച് തന്നെ ഞാൻ കൊന്നു കളയാൻ പോവാണെന്ന് പറയും. കുട്ടപ്പം വേണ്ട വേണ്ടെന്ന് പറയും. കാരണം അവനിപ്പോ ബോധമില്ല. അവൻ തീർച്ചയായിട്ടും അവരെ പോലെ ഒരു ദുഷ്ടനായിരിക്കില്ല, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോ നെജി ആവട്ടെ അമ്പു ബ്രോയോട് പറയും അവൻ ഓർമ്മയില്ലാത്തപ്പോ അവനെ കൊന്നുകളയുന്നത് വലിയ തെറ്റാണ്. നിനക്ക് അവനോട് റിവെഞ്ച് എടുക്കണമെങ്കിൽ അവന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയതിനു ശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ ആരും തന്നെ നിന്നെ തടയില്ല. അപ്പൊ കുട്ടപ്പൻ വീണ്ടും അവന് ബോധം വന്നാലും അവന്റെ രോമത്തെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇപ്പൊ വിളിച്ചു പറയും. ടെൻഷൻ ഉടനെ അവന്റെ വാ പൊത്തിപ്പിടിച്ച് മിണ്ടാതിരിയുടെ തെണ്ടി ഇപ്പൊ തൽക്കാലത്തേക്ക് അവൻ പറയുന്നത് കേട്ടു നിൽക്കണം, എങ്കിലും മാത്രമേ അവൻ ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കുള്ളൂ. ഇവനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുത്ത് അവന്റെ പോയ മെമ്മറി അത് തിരിച്ചെടുക്കണം. എന്നിട്ട് കൊള്ളക്കാരെ എല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനും അത് കേട്ട് സമ്മതം മൂളും. അമ്പു ബ്രോ ആവട്ടെ ഇപ്പൊ വേറെ വഴിയില്ലാതെ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവരെല്ലാവരും ചേർന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ അവനാണെങ്കിൽ വേദനിച്ച് കരയാനായിട്ട് തുടങ്ങും. ട്രീറ്റ്മെന്റിനിടയില് ഇപ്പൊ കുട്ടപ്പൻ പറയും ഇവൻ ഒരു പക്ഷേ ആ ഒരു ഗ്യാങ്ങിലുള്ളവനാണെങ്കിലും ഇവന്റെ മനസ്സ് അത് വളരെ നല്ലതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവനെ തള്ളി പറയില്ല എന്ന് പറയുമ്പോ അവനാവട്ടെ ഇപ്പൊ ചിരിച്ചോണ്ട് അപ്പൊ ശരിക്കും നിങ്ങൾ പറയുന്നത് ഞാനും ആ ഒരു ടീമിലെ അംഗമാണെന്നാണോ? അത് കേട്ട് കുട്ടപ്പം വണ്ടടിച്ച് നിൽക്കുമ്പോ നെജി ആവട്ടെ ഇപ്പൊ പുറത്തേക്ക് പോകും. ഒരുപാട് നേരം അവന് കാവലിരുന്ന് ഇപ്പൊ ടെൻഷനും കുട്ടപ്പനും ആവട്ടെ ഒരു സൈഡിലിരുന്ന് ഉറക്കം തൂങ്ങി വീഴാൻ തുടങ്ങും. ആ ഗ്യാപ്പില് നമ്മുടെ മുടിയനാവട്ടെ ഇപ്പൊ നൈസായിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ആ സമയത്ത് അവൻ പുറത്തേക്ക് പോകുന്നത് ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് കാണും. അവൻ എന്തോ വില്ലത്തിൽ ഒപ്പിക്കാനാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നെന്ന് കരുതി ജനങ്ങളെല്ലാം തന്നെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ മുടിയനാവട്ടെ അവനെ കൊണ്ട് തീരെ വയ്യായിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന അവര് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മതിലിന്റെ പണി അതവൻ വീണ്ടും അവനെ കൊണ്ട് കഴിയും പോലെ ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പൊ ഒരുപാട് നേരം കഴിയുമ്പോ ആരോ ഒരാള് അവനെ കല്ല് വെച്ചെറിയും. അതാരാണെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു കുഞ്ഞു പെണ്ണ്. പക്ഷെ മുടിയനാവട്ടെ അവളോട് ദേഷ്യപ്പെടാതെ അവൻ സാഷ്ടാംഗം പ്രണമിച്ച് അവളോട് മാപ്പ് ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വന്ന് അവനെ കല്ലെറിയാൻ തുടങ്ങുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഒരു ദേവദൂതനെ പോലെ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ മുടിയനെ രക്ഷിക്കും. കുട്ടപ്പൻ നാട്ടുകാരോട് പറയും ഇവനൊരു വില്ലനാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇവനിപ്പോ ഓർമ്മയില്ല, മാത്രമല്ല ഈ ഗ്രാമത്തിന് നല്ലത് ചെയ്യാൻ മാത്രമാണ് അവനിപ്പോ ശ്രമിക്കുന്നത്. അതിന് ജനങ്ങൾ ദേഷ്യപ്പെട്ട് പറയും ഇവൻ കാരണമാണ് ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് മരിച്ചത്, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശത്രുക്കളാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെയും അവര് കല്ല് വലിച്ചെറിയും. ഉടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി ഇപ്പൊ കുട്ടപ്പനാവട്ടെ മുടിയനോട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയും. പക്ഷെ അവനാവട്ടെ കുട്ടപ്പന്റെ കൂടെ പോകാനായിട്ട് തയ്യാറാവില്ല. അവര് ചെയ്യുന്നതില് യാതൊരു തെറ്റുമില്ല, ഞാനും എന്റെ കൂട്ടരും കാരണമാണ് അവരൊരുപാട് അനുഭവിച്ചത്. ആ സമയത്ത് ഇപ്പൊ മുകളിൽ നിന്ന് ഒരുപാട് അമ്പുകള് അങ്ങനെ താഴേക്ക് വരും. അത് കറക്റ്റായിട്ട് കണ്ട കുട്ടപ്പനാവട്ടെ അമ്പുകളെല്ലാം തട്ടി മാറ്റി അവനെ രക്ഷപ്പെടുത്തുമ്പോ നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ നെജി കാണും ദൂരത്തുനിന്നായിട്ട് ആ ഒരു വില്ലക്കൂട്ടം അവർ ഓടി വരികയാണ്. അത് കണ്ട് മുടിയൻ അവൻ നിലവിളിച്ച് പറയും എത്രയും പെട്ടെന്ന് ആ ഒരു പാലം അത് ക്ലോസ് ചെയ്യണം. ഓട്ടനെ നമ്മുടെ ആൾക്കാരാവട്ടെ ആ പാലം ക്ലോസ് ചെയ്യുമ്പോ വില്ലന്മാർ പെട്ടെന്ന് തന്നെ ഇപ്പൊ ബോംബ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ മതിലിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അപ്പൊ മെയിൻ വില്ലൻ പറയും അവരൊറ്റയ്ക്കല്ല, അവരുടെ ഹെൽപ്പിനിപ്പോ ആ ഒരു ലീഫ് വില്ലേജിലെ നിഞ്ചാസും ഉണ്ട്. ഇവിടെ നെജി ആവട്ടെ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇപ്പൊ ഓടി രക്ഷപ്പെടാൻ പറയും. അത് കേട്ട ഉടനെ കുഞ്ഞിപ്പെണ്ണിനെ പിടിച്ചോണ്ട് അവളുടെ ചേച്ചി ഓടുമ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ലോക്കറ്റ് അത് പൊട്ടി താഴെ വീഴും. അതേസമയം ഇവിടെ ആവട്ടെ ആ വില്ലന്മാര് ആ ഒരു മതില് തകർത്ത് ഇപ്പൊ അകത്തേക്ക് കയറാൻ തുടങ്ങും. അപ്പൊ ഞൊട്ടിയിടയില് അവിടേക്ക് കയറി വന്നവരെല്ലാവരെയും ഇപ്പൊ കാണാതാവും. അവരെവിടെ പോയിന്ന് പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കുമ്പോഴായിരിക്കും നെജി പറയാ
അവര് സൗണ്ട് ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മറിഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ മെയിൻ വില്ലനാവട്ടെ ഒരു ഫ്ലൂട്ട് എടുത്ത് ഇപ്പൊ ഊതാൻ തുടങ്ങും. ആ ഫ്ലൂട്ടിന്റെ പവറിൽ എല്ലാവരും ഫ്രീസ് ആയിട്ട് പോകുമ്പോൾ വില്ലനാവട്ടെ ഒരുപാട് കത്തി നമ്മുടെ ആൾക്കാർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് ഈ കാര്യം കണ്ട നമ്മുടെ മുടിയനാവട്ടെ അവന്റെ പുല്ലാങ്കുഴലും ഇപ്പൊ ഊതാൻ തുടങ്ങും. ഉടനെ നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഒരു വില്ലന്റെ പവറിൽ നിന്ന് ഇപ്പൊ ഹായ് ആയിട്ട് രക്ഷപ്പെടും. അവസാനം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലൂട്ട് അതങ്ങനെ തട്ടിയെടുത്ത് ഇപ്പൊ തല്ലി അങ്ങോട്ട് പൊട്ടിക്കും. മുടിയൻ ഒരു ഭാഗത്തിരുന്ന് ഫ്ലൂട്ട് ഊതിക്കൊണ്ടേയിരിക്കുമ്പോ നമ്മുടെ ആൾക്കാരുടെ എനർജി അത് 10 മടങ്ങായിട്ട് അവരെല്ലാവരും ഇപ്പൊ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് ആ കുഞ്ഞു പെണ്ണ് അവളുടെ ലോക്കറ്റ് എടുക്കാനായിട്ട് മുടിയന്റെ മുൻപിലൂടെ ഓടിപ്പോകുന്നതായിട്ട് അവൻ കാണും. അവൾ ആ ലോക്കറ്റ് എടുക്കുന്ന അതേ സമയം ഇപ്പൊ അവിടേക്ക് ഗഡാമുണ്ടൻ വില്ലൻ അവളുടെ മുൻപിലേക്ക് വരും. അപ്പൊ അവൻ കാണിച്ചു കൊടുക്കും മുകളിലായിട്ട് വലിയൊരു വെള്ളക്കെട്ട്. മുടിയൻ പറയും വില്ലന്റെ ലക്ഷ്യം ആ ഒരു വെള്ളക്കെട്ടാണ്. അവിടെ ഒരുപാട് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളക്കെട്ട് തകർത്താല് അവരെ കൊണ്ട് ഈ ഒരു ഗ്രാമം തന്നെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയാൻ കഴിയും. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അവൻ പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഡാം അത് നശിപ്പിച്ചു കളയണം. കുട്ടപ്പനാണ് ഒന്നും മനസ്സിലാവില്ല. അവൻ ചോദിക്കും എന്താണ് നീ പറയണേ? അതിനു മുടിയൻ ആ ഒരു വെള്ളക്കെട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു തുരങ്കമുണ്ട്. അവിടെ പേപ്പർ ബോംബ്സ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കല്ലും മണ്ണും വന്ന് ആ ഒരു വെള്ളക്കെട്ട് അതങ്ങനെ അടഞ്ഞു പോകും. അപ്പൊ കുട്ടപ്പനാവട്ടെ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാനായിട്ട് ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്ത് മലയുടെ മുകളിലേക്ക് ഓടാനായിട്ട് തുടങ്ങും. അപ്പൊ മുടിയൻ ഇപ്പൊ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ആക്ച്വലി ആ ഒരു കൊള്ളസംഘത്തിന്റെ തലവൻ ഷിന്നാണ് ഇവനെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയത്. അവരെല്ലാവരും ആക്ച്വലി ലാൻഡ് ഓഫ് റൈസ് പാഡിസിലെ ഒരു ചെറിയ ഷിനോബി കൂട്ടമാണ്. അവര് പതിയെ പതിയെ അവരുടെ ഒരു ടീം തന്നെ അവിടെ നിർമ്മിച്ചെടുത്തു. അതാണ് ഹിഡൻ വില്ലേജ് ഓഫ് സൗണ്ട്. പക്ഷെ പതിയെ പതിയെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഫ്യൂഡലാടാവട്ടെ ഞങ്ങളെല്ലാവരെയും വല്ലാതെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലൈഫ് പോലും അടുത്ത ഷിനോ ആവട്ടെ അടുത്തുള്ള ആ ഒരു ഗ്രാമത്തെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത്. ആ ഒരു ഗ്രാമം തകർത്ത് എങ്ങനെയെങ്കിലും അവിടെ അധികാരം സ്ഥാപിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. പക്ഷെ പതിയെ പതിയെ അവരാവട്ടെ ആ ഒരു ഗ്രാമം കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവിടെയുള്ള ആളുകളെ ക്രൂരമായിട്ട് കൊല്ലാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരെ എതിർത്ത് ഒരു കുഞ്ഞിന്റെ ജീവനെ രക്ഷിച്ച് ഞാൻ അവിടുന്ന് കടന്നു കളഞ്ഞത്. കുറച്ചു നേരത്തേക്ക് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ എനിക്കെന്റെ മെമ്മറി അത് തിരികെ കിട്ടി. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് എന്റെ നഷ്ടപ്പെട്ടു പോയ മെമ്മറി അത് തിരികെ കിട്ടരുതേ എന്നായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവന് കലി കയറി ഇപ്പൊ മുടിയനെ അങ്ങനെ തന്നെ താഴേക്കിടും. ബ്ലഡി ഫൂൾ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പറ്റിക്കും. അപ്പൊ ഇത്രയും നേരവും നീ നാടകം കളിക്കായിരുന്നു ചോദിക്കുമ്പോ മുടിയൻ പറയും എന്റെ ക്ലാനിലുള്ളവർ ചെയ്ത തെറ്റ് അത് ഏറ്റു പറയാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരവും ഞാൻ അഭിനയിച്ചതെന്ന് അവനിപ്പോ തുറന്നു പറയും. ഷിന്നിന്റെയും കൂട്ടരുടെയും അടുത്ത പ്ലാനിങ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. അവരെ തടയണമെങ്കിൽ എനിക്ക് ഒരുപാട് പേരുടെ സഹായം അതാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ലൈഫ് വില്ലേജിലുണ്ടായിരുന്ന നിങ്ങളെ ഇപ്പൊ ഇവിടേക്ക് എത്തിച്ചത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കൂട്ടരെ തടയണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അവൻ ഉടനെ ആ ഒരു ഫ്ലൂട്ട് ഇപ്പൊ കുട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. ഇത് തീർച്ചയായിട്ടും നിനക്ക് ആവശ്യം വരുന്നു പറയുമ്പോ കുട്ടപ്പൻ ചോദിക്കും അപ്പൊ നീ എവിടേക്കാ പോണേ? അതിനവൻ പറയും ആ ഒരു ബോംബ് അത് ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവണം. ബോംബ് പൊട്ടിയാല് നീ കൂടെ മരിക്കില്ലേ ചോദിക്കുമ്പോ അവൻ പറയും എന്റെ ക്ലാൻ ചെയ്ത തെറ്റിന് എനിക്ക് ഇങ്ങനെ മാത്രമേ പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ താഴേക്ക് തള്ളി അങ്ങോട്ട് ഇടും. അപ്പൊ ഇവിടെ നമ്മുടെ ആൾക്കാര് വലിയ ബോംബ് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. നെജ്ജി ആവട്ടെ ആ ഒരു വെള്ളക്കെട്ട് തകർന്നാല് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമം തന്നെ നശിച്ചു പോവും. ഈ ഒരു ഗ്രാമം തന്നെ ഇപ്പൊ എന്നേക്കുമായിട്ട് നശിച്ചു പോവും. ഇവിടെ മുടിയനാവട്ടെ നറൂട്ടോയോട് താങ്ക്സ് പറഞ്ഞ് ആ ഒരു പേപ്പർ ബോംബ് എല്ലാം തന്നെ ഇപ്പൊ കത്തിച്ചു വിടും. ആ ഒരു തുരങ്കം അതങ്ങനെ തകർന്ന് ഇപ്പൊ ആ ഒരു വെള്ളക്കെട്ട് അതെന്നേക്കുമായിട്ട് ഇപ്പൊ ഇല്ലാതാവും. നെജിക്ക് ഒരുപാട് സന്തോഷാവും. കാരണം ഇനി ഗ്രാമത്തിന് യാതൊരു ആപത്തും ഇല്ല. പക്ഷെ അവർക്കറിയില്ല മുടിയൻ അവന്റെ ജീവൻ കൊടുത്താണ് ഇവരെ എല്ലാവരെയും രക്ഷിച്ചതെന്ന്. നറൂട്ടോ മുടിയനെ വിളിച്ച് പൊട്ടിക്കരയുമ്പോ ആ ഒരു മെന്മ വില്ലൻ അവനിപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ട് കുട്ടപ്പൻ കാണും. കുട്ടപ്പൻ ഒട്ടനെ ഇപ്പൊ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് വില്ലന്റെ പുറകെ ഓടാൻ തുടങ്ങും. അവരുടെ ക്ലോസ് എത്തിയ ഒട്ടനെ കുട്ടപ്പനാവട്ടെ
റസൻഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാവരെയും അടിച്ചു തെറിപ്പിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. അങ്ങനെ കുട്ടപ്പൻ ആ വില്ലന്മാരെ എല്ലാം പിടിച്ച് ഇപ്പൊ ഗ്രാമത്തെ രക്ഷിച്ചു. പക്ഷേ എന്താ, നമ്മുടെ മുടിയൻ അവൻ ആ ഗ്രാമത്തിന് വേണ്ടി ഇപ്പൊ മരണപ്പെട്ടു. അടുത്ത സീനില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ തിരികെ ഗ്രാമത്തിലേക്ക് വരും. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബാംബു നൂഡിൽസ് ആവട്ടെ മുടിയന്റെ ഫ്ലൂട്ടിന്റെ മുൻപില് വെച്ചു കൊടുത്ത് നമ്മുടെ കുട്ടപ്പൻ അത് നോക്കിയിരുന്ന് ഇപ്പൊ നൂഡിൽസ് കഴിക്കും. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അത് നോക്കി നിന്ന് ഒരുപാട് വിഷമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.